ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ എന്നാ പറഞ്ഞത്, എനിക്ക് എൻ്റെ കൊച്ചുമകളുടെ കിങ്ങിണിക്കുട്ടിയുടെ ഇതിന് പോകാത്തതിൽ ഒരു ഭയങ്കര സങ്കടമുണ്ട്. കെട്ടുമുറുക്ക് കൂടുന്ന ഒരു വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. നല്ല എന്താ പറയുന്നത്, അത്ര ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതിനകത്ത് പങ്കുകൊള്ളാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതൊരു വേദനയായിട്ട് ഉള്ളിൽ ചെറിയൊരു നീറ്റിലുണ്ട്. പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിലും ഇത്രയും ദിവസം എല്ലാ രീതിയിലും നോയമ്പെടുത്ത്. കാരണം കുഞ്ഞല്ലേ, അവൾ ഈ പറഞ്ഞ മാതിരി ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ വേണം എന്നൊക്കെ പറയല്ലേ. അങ്ങനെയൊക്കെ ഒന്നും പറയാണ്ട് ഞാൻ എന്നും ചോദിക്കുവേ, അവളെ എടി മീമി വേണമെന്ന് പറഞ്ഞത് ഒന്നുമില്ല മേ, അവളെ കൊണ്ട് ഒരു ശല്യം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ചേട്ടായെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു, കൊച്ചു വരുമ്പം ബാപ്പു ബിരിയാണി മേടിച്ച് തരാം, മുട്ട മേടിച്ച് തരാം, മീമി മേടിച്ച് തരാമെന്ന്. അന്നേരം എടുക്കുമ്പോൾ പറയാം, പാപ്പു ചമ്പാച്ചയുടെ അടുത്ത് പോയിട്ട് പാപ്പു ചമ്പാച്ചയുടെ അടുത്ത് പോയിട്ട് വന്നതാണ്. അപ്പം തമ്പാച്ചൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് മതിയെന്ന്. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ അവളുടെ ആ മനസ്സിൽ ഒന്നും അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ലെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്ത് കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകാനോ ആ ദക്ഷിണം മേടിക്കാനോ ഒന്നുമുള്ള ഭാഗ്യം എനിക്കും ചേട്ടാക്കിയും കിട്ടിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കെട്ടുന്നിറക്കിയൊക്കെ അതിൻ്റേതായ ശുദ്ധി വൃത്തിയോടെ തന്നെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ മുതൽ നടന്നു പോകുന്നത്. പക്ഷേ ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ എന്താ പറയുന്നത്, അവനവൻ്റെ സൗകര്യവും ജോലിയുടെ ഇതും ഒക്കെ നോക്കി, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കി 11 ദിവസവും 21 ദിവസവും അങ്ങനെയൊക്കെ നോക്കി പോകുന്നവരുണ്ട്. ലാസ്റ്റ് ടൈം ആയപ്പോൾ ചേട്ടായി അങ്ങനെയായിരുന്നു. ഒത്തിരി ദിവസം 40 ദിവസം 41-നും ആരോളക്കിൽ നിന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് 21 ദിവസം എന്നൊക്കെ ആക്കി. കാരണം കുഞ്ഞുങ്ങളും പിന്നെ നമ്മളും എല്ലാ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിലേ അങ്ങനെ ആക്കി. ഇപ്പം അങ്ങനെയുണ്ട്. പക്ഷെ വയ്യപ്പൻ ആരോടും പറയുന്നില്ല അങ്ങോട്ട് വായോ എന്ന് അല്ലേ. എന്നാ പറയുന്നത്, ആരെയും നിർബന്ധിച്ച് വിളിക്കുന്നില്ല. ആർക്കാണെങ്കിലും എന്താ പറയുന്നത്, പോകാനായിട്ട് അത്രയും നല്ല ഇതോടെ ഒരുക്കത്തോടെ ക്ഷമയോടെ ഇച്ചിരി ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് പോകാനായിട്ട് താല്പര്യമുള്ളവർ ചെന്നാൽ മതി. അതങ്ങനെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു കടമ്പയൊക്കെ കടന്ന് ഇപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ വരുമ്പോൾ നമ്മുടെ കിങ്ങിണിമോളും വിഷ്ണുവും അവരുടെ അച്ഛനും അവൾക്ക് തന്നെ വിഷ്ണുവിൻ്റെ 2 ഫ്രണ്ട്സായ കുഞ്ഞുങ്ങളും ഒക്കെ ചിലപ്പോൾ അവർ മലയിലായിരിക്കാം, ഇല്ലെങ്കിൽ വഴിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ദർശനമൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. മലയ്ക്ക് വരുന്ന എല്ലാ അയ്യപ്പന്മാരെയും കന്യപ്പന്മാരെയും അതുപോലെ തന്നെ മാളിപ്പുറത്ത് അമ്മമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഒരു അനുഗ്രഹം ഇനി എനിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയോ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഇന്നലെ തൊഴിലുറപ്പിൻ്റെ ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ചേച്ചിയുടെ മോളുടെ ഫാമിലിയിലുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ അമ്മയും അച്ഛനും മക്കളും എല്ലാം കൂടെ അങ്ങനെ 5 പേരെങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനക്കുഴി അമ്പലത്തിൽ വെച്ച് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു അമ്മാട്ടുകടയിൽ ഒരു അമ്പലമുണ്ട്, അവിടെ വെച്ചായിരുന്നു കെട്ടുന്നവരെയൊക്കെ. അപ്പം ചേച്ചി ഇന്ന് പണിക്ക് വന്നിട്ടില്ലായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു കെട്ട് എന്നറിയുന്നില്ല, രാവിലെ 8:30-ക്ക്. അപ്പം ഇന്ന് ഉച്ചയായപ്പോഴാണ് ചേച്ചി വന്നത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, തിരക്കായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു വലിയ ഒത്തിരി തിരക്കില്ലായിരുന്നു, നന്നായിട്ട് ഭഗവാനെ കാണാൻ പറ്റി. വെളുപ്പിന് 4 മണിയായപ്പോൾ അവർ വന്നെന്ന്. തലേദിവസം രാവിലെ 8 മണിക്ക് പോയിട്ട് രാവിലെ 8 മണിക്ക് പോയിട്ട് അന്ന് രാത്രി പിറ്റേ ദിവസമാണല്ലോ 4 മണി എന്ന് പറയുമ്പോൾ 4 മണിയായപ്പം വന്നെന്ന് പറഞ്ഞു. 4-4:30 ഉണ്ടായപ്പം വന്നെന്ന് പറഞ്ഞു. നന്നായിട്ട് കാണാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ ഇവർ പോകുന്ന ആ ടൈമിലും എന്നാ പറയുന്നത്, ഭഗവാന്റെ കൃപ കൊണ്ട് കടാക്ഷം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് നന്നായിട്ട് ദർശിക്കാനും ഒക്കെ പറ്റണേ എന്ന്. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കാല് വെച്ച് പടിയൊക്കെ കയറി പോകാനായിട്ട് പടി ചവിട്ടാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ വേറെയുള്ള ഒരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക്, എൻ്റെ മനസ്സ് മൊത്തം തൃശ്ശൂർ വീട്ടിലാണ് കേട്ടോ. അല്ല ഇപ്പം ഞാൻ അവിടെ കാണേണ്ടതല്ലേ, അപ്പം മനസ്സ് മുഴുവൻ അവിടെയാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് ഒരു കാര്യം, എല്ലാവരും പ്രാർത്ഥിച്ചേക്കുക കുഞ്ഞിന് എല്ലാം ഭംഗിയായിട്ട് പോയി നല്ല രീതിയിൽ വരാനായിട്ട് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പ്രാർത്ഥിക്കുക. വലിയൊരു അനുഗ്രഹവും ഭാഗ്യമാണ് അങ്ങനെ പോകാൻ പറ്റുന്നതൊക്കെ. ഇന്നും എത്രയോ വയസ്സായി കഴിഞ്ഞവർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നറിയോ. ഇപ്പം പിള്ളേർക്കെന്ന് പറഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല.
ഇപ്പോൾ 10 പോലും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ശരീര വളർച്ചയൊക്കെ ഉള്ള ഹോർമോൺ ചേഞ്ചും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ 8 വയസ്സാകുമ്പോഴും 10 വയസ്സാകുമ്പോഴും ഒക്കെ അവർക്ക് പീരീഡ്സ് ഒക്കെ ആവും. അപ്പം പോകാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ ഈ ഫുഡിൻ്റെ ഇതുകൊണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ 10-13 വയസ്സ് വരെയൊക്കെ ആകുമ്പോഴും കുഞ്ഞുങ്ങൾ വലിയ പെമ്പിളേർ പ്രത്യേകിച്ച് വലിയ പൊണത്തടിയും ശരീരവും ഒന്നും വെക്കത്തില്ല, കുഞ്ഞുങ്ങളായിട്ടിരിക്കും. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോയത്. അപ്പോൾ എത്ര വയസ്സുണ്ട്? 10, 11, 12 വയസ്സ് ഉള്ളപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഏജ് കഴിയുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് 50 65 എത്രയാണെന്ന് ഇരിക്കത്തില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ മലയ്ക്ക് പോകാം എന്നാണ്. പക്ഷേ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ 10 വയസ്സ് വരെ എങ്ങാണ്ടൊക്കെ ഇപ്പം അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് 50 വയസ്സിന് ശേഷം പോകാം എന്നാണ്. അത് നമ്മുടെ ശരീരശുദ്ധിയൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ നോക്കിയിട്ട് ചിലർക്ക് ഇപ്പം 50 വയസ്സിൽ തന്നെ പീരീഡ്സൊക്കെ നിൽക്കുന്നവരില്ല. ചിലപ്പോൾ ചിലർക്ക് 50-55 വയസ്സൊക്കെ ആവും. അപ്പം ആ ഒരു പ്രായം കഴിഞ്ഞവർക്കാണ് അവിടെ കയറാൻ പറ്റുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഭയങ്കര ഒരു വിഷമം മനസ്സിൽ, കൂടാൻ പോകാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ ഒരു സൈഡിൽ അത്രയും കുഞ്ഞായിട്ടും അവർക്ക് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് പറ്റിയില്ലെന്ന് കുഞ്ഞു സ്വാമിമാരെ കൊണ്ടുവന്നൊക്കെ ഈയിടെ ഞാൻ കണ്ടു കേട്ടോ. ഈ യൂട്യൂബിനകത്തൊക്കെ കുഞ്ഞു സ്വാമിമാരെ കൊണ്ടുവന്നു. എൻ്റെ ദൈവമേ. പിന്നെ നവംബർ 20-ാം തീയതി ഇന്ന് 2 വിശേഷമുണ്ട് കേട്ടോ. കിങ്ങിണിമോളുടെ പിറന്നാൾ ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷിൻ്റെ സിന്ധുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് വിളിച്ച് വിഷ് ചെയ്യുമ്പോൾ ഒരു സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഈ തൊണ്ണൂറുപ്പും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുമല്ലായിരുന്നോ. സ്റ്റാറ്റസ് കണ്ടത് ഉച്ചയ്ക്കൊക്കെ ഉണ്ട്. അന്നേരം ഓർത്ത് അയ്യോ ഇത് ശരിയാണല്ലോ എന്ന്. അപ്പം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവർക്കും എൻ്റെ ദൈവമേ ഒരാപത്തടത്തും വരുത്താണ്ട് ദീർഘായുസോടെ ജീവിതകാലം മൊത്തം ഇങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ടേക്ക് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം അപ്പോൾ അവിടെ ഇപ്പം കെട്ടുനിറയുടെ സമയമായി വരുന്നു കേട്ടോ. 6 മണിയായിട്ടുണ്ട്. ഞാൻ തൊഴിലുറപ്പിനെയൊക്കെ പോയിട്ട് അവരുടെ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ചങ്ങ് വിട്ടുപോകും. പക്ഷെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും തോന്നും ദൈവമേ പോകാൻ പറ്റിയില്ലോ, കുഞ്ഞിനടുത്ത് പോകാൻ പറ്റില്ലോ, എന്നെ അടുക്കുമായിരിക്കും. പ്രത്യേകിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഇതാവും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചു വന്നിട്ടേ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേനും പാപ്പിയും കുടിച്ചുകൊണ്ട് കട്ടിലെ കിടക്കുക. അതിന് ഇത്രയും ദിവസം ഭഗവാൻ ഒരാപത്തും വരുത്താണ്ട് കാത്തു വരുവാനിച്ചിട്ട് ഇപ്പം ഇന്നലെ ഒരു ചെറിയ പനിയും വയ്യായി, ഒരു ജലദോഷവും പനിയൊക്കെ ആയി. അതൊരു ഭയങ്കര ഒരു വിഷമമായി. അത് കേട്ടപ്പോൾ മുതൽ നമുക്കും ഭയങ്കര ഒരു വിഷമമായി. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ മുതൽ ഒരു ഭയങ്കര ഒരു മനോവേദന. കാരണം ഇപ്പോൾ നടന്നു പോവുകയും രാത്രിയിലൊക്കെ തണുപ്പടിക്കുകയോ ഒക്കെ ചെയ്യല്ലേ വണ്ടിയിലൊക്കെ ആണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് മനസ്സിനൊരു വേദന. പക്ഷെ ഭഗവാൻ ഒരാപത്തും വരുത്താതെ കാത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല മക്കളെ, ഭഗവാൻ കാത്തോളൂ, സാരമില്ല, മരുന്നൊക്കെ കൊടുത്ത്. എന്നിട്ട് ഞാൻ ഉടനെ വിളിച്ചേ സ്വാമിയേ ഇത് കുഞ്ഞിസ്വാമിയാണോ എന്ന് ചോദിച്ചപ്പോൾ പാപ്പിക്കുപ്പി പായിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ശരണമയ്യപ്പ. അപ്പോൾ ശരണപ്പള്ളിയൊക്കെ അമ്പലത്തിലൊക്കെ എന്നും അപ്പനും മകളും കൂടെ ഒന്നെങ്കിൽ വല്ലപ്പനോടെ അല്ലെ അമ്മയും കൂടെ ചേർന്നൊക്കെ അമ്പലദീപമൊക്കെ എല്ലാ ദിവസവും കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തെ കളിയാണിത്. സ്വാമിയേ എന്ന് വിളിച്ചപ്പോഴത്തേന് സ്വാമിക്കുട്ടിയാണോ സ്വാമിയേ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ശരണമയ്യപ്പ. അത് ദൈവമേ ശരണമൊക്കെ വിളിച്ച് പറ്റുന്ന രീതിയിലൊക്കെ അതിനെ ഭഗവാനെ നടത്തി കുഞ്ഞുകാല് വെച്ച് ഒരാപത്തും വരുത്താതെ കൊണ്ടുവിട്ടേക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ 7 മണിക്കാണ് അവിടെ കെട്ടുനിറയുടെ ടൈം. ആ ഒരു സമയത്തൊക്കെ അവിടെ നിൽക്കാത്തതിൻ്റെ ഒരു ഉള്ളിനകത്തൊരു ഭയങ്കര വിഷമം. അതാ ഞാൻ പറഞ്ഞേ നമ്മൾ തന്നെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്ത കൂടുതൽ. അങ്ങോട്ടും മാറി ആരുടെയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു വിഷമം വരത്തില്ല. ചേട്ടായും പറയുമായിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്കൊരു കാര്യം ചെയ്യാടി, അടുത്ത വർഷം നമുക്ക് ഇവിടെ നിർത്തി മാല ഇടിപ്പിക്കാം, ഞാൻ കൊണ്ടുപോകാം, ഞാൻ അടുത്ത ദിവസം നമുക്ക് ഇവിടെ നിർത്തി മാല ഇടിപ്പിക്കാം. അത് ഞാൻ പറഞ്ഞപ്പോൾ സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ചെയ്യും. അത് പിന്നെ ഇപ്പം വലിയ ക്ലാസ് അല്ലല്ലോ, ഇപ്പം അംഗൻവാടിയിലോ ഒക്കെ ക്ലാസ്സിലൊക്കെ വിടാറില്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വർഷമാട്ടെ നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് കെട്ടുന്നതിനെയൊക്കെ വെച്ച് കൊണ്ടുപോകാം കേട്ടോ. ഇനി ആ ഒരു വിഷമം വേണ്ട കേട്ടോ. നമുക്ക് എൻ്റെ ദൈവം എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോണക്ക് നടക്കട്ടെ അല്ലേ, അതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആരാണ്ട് ഒരു ചേട്ടനെ ഒരു ചേച്ചിയൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ സമാധാനമായി. അമ്മയുടെ ചേച്ചിയും വന്നിട്ടുണ്ട്, സുധാമ്മയുടെ ചേച്ചിയും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കിച്ചടിക്ക് കിടന്നെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞോടൊക്കെ വീഡിയോ എടുക്കണം, അതിനിടയ്ക്ക് കൊച്ചിൻ്റെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അവൾക്കും എത്തിപ്പിടിക്കാനായിട്ട് പറ്റത്തില്ലോ. നമുക്കറിയാമല്ലോ ഒരു കിട്ടുന്നതൊക്കെ വെച്ചാൽ. ഞാൻ എൻ്റെ ആദ്യമായിട്ട് നമ്മൾ ആറ്റയിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ
പുതിയ വീടെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പുത്തൻ വീടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആ വീട്ടിൽ വെച്ചാണ് എൻ്റെ മൂത്ത കുഞ്ഞിനെ കിട്ടുന്നറിച്ച് മാലയ്ക്ക് വിട്ടത് കേട്ടോ. അപ്പോഴത്തേക്കും ആ പരിസരക്കാരെ മൊത്തം വിളിച്ച് നല്ല രീതിയിൽ വലിയ ഇതായിട്ട് സദ്യയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പം എന്നാ പറച്ചിൽ പറഞ്ഞാലും രാവിലെയൊക്കെ ഞാനേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അനിയത്തിയുടെ അമ്മായിമ്മയും അതുകൊണ്ട് തന്നെ അനിയത്തിയുടെ കെട്ടിയവനും അവർ പിള്ളേരെല്ലാവരും കൂടെ വന്ന് പിന്നെ സന്തോഷം കൂട്ടായും അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന് വീട്ടിൽ നിന്ന് അമ്മയും എല്ലാവരും കൂടെ വന്ന് സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് നിറച്ച് അത് വന്ന് 41-നായിരുന്നു കേട്ടോ. 41 ദിവസം നോയമ്പെടുത്ത് അങ്ങനെ വിട്ടു നല്ല രീതിയിൽ. അന്നേരമൊക്കെ ഇതൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കും. പക്ഷെ നമ്മുടെ അന്നത്തെ ഒരു അവസ്ഥയിലല്ലല്ലോ ഇപ്പം വീഡിയോ എടുക്കണം, പിന്നെ എന്താ പറയുന്നത്, ബാക്കി വരുന്നവരെ നോക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഇവരുടെ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇവിടുത്തെക്കാട്ടി ചിട്ടവട്ടങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം അതിനനുസരിച്ച് വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അന്നത്തെ കാര്യമൊക്കെ ഓർക്കായിരുന്നു. പന്തലെടുത്തതും മറ്റേ ഈന്തല വെട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഈ താഴ്ഭാവമൊക്കെ ഇങ്ങനെ മറയ്ക്കുന്നത്. എൻ്റെ ദൈവമേ, അതെല്ലാം ഓർക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് അതിലൊരു കുറുക്കുവഴിയുണ്ട്, കുഞ്ഞു വഴിയാണ്. അതിൽ ഈ കുഞ്ഞിൻ്റെ തലയെ കെട്ടും വെച്ച് 2-ലോ 3-ലോ കണ്ട് പഠിക്കുമ്പോഴാണ്. എന്നിട്ട് തലയെ കെട്ടും വെച്ച് കയ്യെ പിടിച്ച് കയറ്റിക്കൊണ്ട് സ്വാമിമാർ കൊണ്ടുപോവാ. പുറകെ ഞാനും പോയി. ഞാനും അമ്മൂനെയും ചോദിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പോയി കയറി. ചാച്ചൻ മാത്രം വീട്ടിൽ നിന്ന് കയറി ചെന്ന് പിന്നെ വേറൊരു എൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിലും കിട്ടുന്നറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അയ്യപ്പൻചാൻ്റെ അവിടെയും കിട്ടുന്നറയായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്ത് അയ്യപ്പൻചാൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കണക്ക് തന്നെയാണ്. അപ്പം ലാസ്റ്റത്തെ കിട്ടുന്നറ അയ്യപ്പൻചാൻ്റെ വീട്ടിൽ വെച്ചാൽ അവിടെ ഈ 2-3 വീട്ടിലെ കിട്ടുന്നറ കഴിഞ്ഞ് ചെല്ലുന്നോടം വരെ അവിടെ ഭജനയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ക്രിസ്മസ് ടൈമും കൂടെയാണ്. ഭജനയെല്ലാം വെച്ച് പാടിക്കൊണ്ടിരുന്നതിനാണ് ക്രിസ്മസ് അപ്പൂപ്പനും വന്ന് ചെണ്ടകൂട്ടും വേണോ രണ്ടു കൂട്ടരോടെ കൂടി ഇപ്പം നല്ല അടിപൊളിയായി. എന്നിട്ട് അവിടെ ഇരുന്ന് അവിടെ കെട്ടൊക്കെ താത്തവരുടെ അത് കഴിഞ്ഞ് ഭജനയെല്ലാം കഴിഞ്ഞൊരു 10-11-12 ആകുമ്പോൾ രാത്രി പോയി. ഒരു സാധനം പുറത്തിറങ്ങിയ എൻ്റെ മകൻ തിന്നിയലായിരുന്നു. ഒരു സാധനം ചോറ് തിന്നിയല, ചോറിനകത്തൊരു കടുകുണ്ടെങ്കിൽ വരെ അത് പിറക്കി മാറ്റി വെക്കും. അതൊന്നും ഇഷ്ടമില്ലായിരുന്നു. തിന്നുന്ന ഒരേ ഒരു സാധനം ഉള്ളായിരുന്നു, പൊറോട്ട. അപ്പം ഞാൻ അയ്യപ്പൻചാൻ്റെ പോകുന്നുണ്ടായിരുന്നു. അനിലിനോട് ഞാൻ പറഞ്ഞല്ലേ, എടാ എവിടെ വണ്ടി നിർത്തിയാലും ഓരോ പൊറോട്ട മേടിച്ച് കൊടുത്തേക്കണേ മോനെ, വേറെ ഒന്നും തിന്നത്തില്ല കേട്ടോ. എന്നിട്ട് അതിൽ എല്ലായിടത്തും നിർത്തിയിടത്തുനിന്നൊക്കെ എന്നാ പറയുന്നത്, അവൻ കഴിക്കുന്ന സമയത്ത് എല്ലാം പൊറോട്ട മേടിച്ച് കൊടുത്ത് വീട്ടിൽ കിട്ടുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പോയി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാനോട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയും ഇച്ചിരി കൂടെ കാര്യമായല്ലോ. ഇവള് കുഞ്ഞിനായതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു കിങ്ങിണി മോളെ കുഞ്ഞിനായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഇത് പറയാനും കുഞ്ഞുണ്ടൊക്കെ ഇച്ചിരിയൊക്കെ ആയതാണ്, കുഴപ്പമില്ല. ദൈവമേ പാവം, എന്തായാലും പോട്ടൊക്കെ വരട്ടെ അല്ലേ. അപ്പം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ കുറേ കാര്യങ്ങളങ്ങ് ഓർത്തു. കുഞ്ഞിലത്തെ എൻ്റെ മക്കളൊക്കെ ഇട്ട് നിറച്ച് വിട്ടതും അമ്മമാർക്ക് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം അമ്മമാർക്ക് ദക്ഷിണ കൊടുത്ത് കെട്ട് താങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞൊന്നും നോക്കത്തില്ല. അവർ നേരെ ഇറങ്ങി തേങ്ങായി മേടിച്ചങ്ങ് പോകത്തല്ലേ ഉള്ളൂ. അപ്പം ശരിക്കും നമുക്കൊക്കെ ഒരു ഭഗവാനെ കാണാൻ പോകുന്നതാണെന്ന് പറഞ്ഞാലും എന്തോ ഒരു വിഷമവും സങ്കടമൊക്കെ വരും. അവർ തിരിച്ചു വരുന്നോടം വരെ ഒരു ഉള്ളിനുള്ളിലൊരു സങ്കടവും വിഷമവും ഒക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ പുണ്യ ദൈവമേ. പിന്നെ കുറേ പിള്ളേർ തേങ്ങ അടിക്കുമ്പോഴത്തേനും തേങ്ങ വറക്കി കഴിക്കാനായിട്ടുള്ള ഓട്ടവും ഒരു പണ്ടത്തെ കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇതാണ്. പക്ഷേ ഇന്ന് അങ്ങനെ അത്രയൊന്നും ഇല്ല. അത്രയും നല്ല അതിൻ്റെ പകുതി പോലും ഇല്ല. പണ്ടത്തെ കെട്ടുന്നടയൊക്കെ വെച്ച് നോക്കിയാൽ ഒരു പരിപാടിയില്ല. 10-11 ദിവസം നോയമ്പ് നോക്കുന്നത് പോകുന്നത്. പക്ഷേ ഇപ്പം അമ്മൂൻ്റെയൊക്കെ കൊടുത്തത് ശരിക്കും ഒരു ഇത്ര ദിവസം നോയമ്പ് നോക്കി തന്നെയാണ് കേട്ടോ. 41 ദിവസം എന്ന് വെച്ചാൽ കന്നിമാർ 41 നോയമ്പ് നോക്കണം. 43 എങ്ങാണ്ടായി ഇന്ന്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമ്പോൾ എല്ലാം നല്ലതായിട്ട് ഭംഗിയായിട്ട് ഇത്രയും ദിവസം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യവും ഭഗവാന്റെ ഇഷ്ടം മോളൊക്കെ നടത്തട്ടെ അല്ലേ. അതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടമല്ലല്ലോ, തമ്പുരാൻ്റെ ഇഷ്ടമല്ലേ. എന്തായാലും ഇന്ന് അവളൊരു ലക്കിയാണ് സത്യം പറഞ്ഞാൽ. കാരണം ആ പിറന്നാൾ ദിവസം തന്നെ ഭഗവാന്റെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ. എന്ത് ദൈവം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് എന്നാ പറഞ്ഞത്, ഇന്ന് പകലൊന്നും വേറെ വലിയ വീഡിയോ എടുക്കണം എന്നൊക്കെ മനസ്സിലോർത്തു. പക്ഷെ ഉച്ചയ്ക്ക് വന്നപ്പോഴാണേലും കൊച്ചിനെ കണ്ടൊക്കെ കഴിഞ്ഞ് പനിയൊക്കെയാന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു മടിയായി. പിന്നെ കുറച്ച് സമയം ഇവിടെ ചർച്ച കൂടിയിരുന്നു. പിന്നെ കുമാരി ചേച്ചി ഇറങ്ങി വന്നായിരുന്നു. പിന്നെ കുമാരി ചേച്ചിക്ക് ഇച്ചിരി ചതുരപ്പയറും ഇതൊക്കെ പറിച്ചു കൊടുത്ത് പറക്കി കുമാരി ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങ് കയറിപ്പോയി. അതുകൊണ്ട് പിന്നെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല സത്യത്തിൽ. അതാ പിന്നെ ഞാൻ ഓർത്തു സന്ധ്യയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കെട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് അവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മുമ്പിലോട്ട് വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതിനിടെ അമ്മ വിളിച്ചു കേട്ടോ, വീഡിയോ കോൾ വിളിച്ചു. ഞാൻ സന്ധ്യയ്ക്ക് മുമ്പേ ഒന്ന് വിളിച്ച് നോക്കി, അന്നേരം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അത് തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം അവൾ വീഡിയോ കോൾ വിളിച്ച് സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത് ഒക്കെ അമ്മയെ ഞാൻ ഉടുത്തൊന്നും ശരിയായില്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് സുധാമ സെറ്റും മുണ്ടും കൊടുത്തോണ്ട് വന്നിട്ട് എടി ഇത് ശരിയായില്ലേടി, ഇത് കൊള്ളത്തില്ലേടി, അങ്ങനെ എങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവളെന്നെ കാണിച്ച് നോക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് കൊള്ളത്തില്ലേന്ന് ചോദിക്കും. അത് അപ്പോൾ സെറ്റും മുണ്ടും കൊടുത്ത് എല്ലാവരും സുന്ദരി പറയാമോളായിട്ട് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇനി മാല ഇടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാല ഇടിപ്പിച്ചിട്ട് ഇവിടെ വെച്ച് കെട്ട് നടക്കാം, നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് കുഴപ്പമില്ലല്ലോ, നമുക്കിങ്ങനെ ഒരു സാഹചര്യമായി പോയിട്ടല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊച്ച് കിടന്ന് ഉറങ്ങും കേട്ടോ, പാവം. 7 മണിക്ക് കെട്ടുതറ, 8:30 6:30 ആകുന്നു, കിടന്ന് ഉറങ്ങുക. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, അമ്മയെ പനിയും ക്ഷീണവും വയ്യാഴികയും ഉണ്ട്. പക്ഷെ അവൾ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത്രയും നേരം വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ എണീക്കുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഞാൻ ഏതായാലും കെട്ടുതറയുടെ സമയത്ത് വീഡിയോ കോൾ വിളിച്ചേക്കാം, കാണിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാതാവേ. നമ്മുടെ അയ്യപ്പനെ മാതാവിനെയൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ആരെ പറഞ്ഞാലും മാതാവിനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കും കൂടി ചെയ്യണം കേട്ടോ. അവർ പോയിട്ട് നല്ല ഭംഗിയായിട്ട് ഭഗവാനെ കണ്ട് തൊഴുത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഇല്ലാണ്ട്. അത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അവരവിടെയൊക്കെ കറങ്ങി നിൽക്കുന്ന സമയമായിരിക്കും, ഒന്നെങ്കിൽ പമ്പയിലോ ഞാൻ ശബരിമലയ്ക്ക് കയറുന്ന സമയം ഒക്കെ ആയിരിക്കാം, ചിലപ്പം 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം. നമ്മളെല്ലാവരും കൂടെ കൂടി കെട്ടുന്നട കൂടി എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പം നമുക്കതല്ലേ പറ്റത്തുള്ളൂ. സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്തായാലും അവിടെ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ട്, കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അളിയനാണ് രാവിലെ മുതൽ വന്ന് കിടന്ന് എല്ലാം പണിയായിരുന്നമ്മേ, ചേച്ചിക്ക് വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെയും കൂടെ കേട് തീർത്ത് അളിയൻ വന്ന് കിടന്ന് പാടുപെടുമായിരുന്നു, എല്ലാവരും പാടുപെടുമായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കാനായിട്ടും ഒക്കെ. 10-25 പേരുണ്ടായിരുന്നു പകല്. എല്ലാത്തിനും നല്ല നല്ല രസമുണ്ടായിരുന്നു അമ്മേ. സാരമില്ല, നിങ്ങളുടെ ഒരു കുറവേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു എന്ന്. അപ്പം നമുക്ക് എന്നാ ചെയ്യാനാ അല്ലേ, സാരമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ ഇങ്ങനെ തന്നെ പിന്നെ റിപ്പീറ്റ് പറഞ്ഞിട്ടിരിക്കുക, സാരമില്ല സാരമില്ല. ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞിതാക്കുകയാണ് കേട്ടോ, അത് ഞാൻ നിങ്ങളോട് കൂടെ പറയുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഇട്ടാരാ കേട്ടോ. അപ്പോൾ സാമിക്കുട്ടി പോയിട്ട് വരട്ടെ, സാമിക്കുട്ടി പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ ദിവസം അടിച്ചങ്ങ് പൊളിക്കാം അല്ലേ, കുറച്ച് ദിവസം വെച്ചിട്ട് കൊണ്ട് നിൽക്കാം. ഒത്തിരി സന്തോഷമായി കേട്ടോ, ഒത്തിരി സന്തോഷമായി. ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ഒക്കെ എടുത്തിട്ടേ ഞാൻ കിച്ചണിൽ പോയതാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് അഡ്രസ്സൊക്കെ നോക്കിയാൽ അപ്പം പിന്നെ കിച്ചണിൽ പോയതാണേ. അപ്പോഴത്തേക്ക് അമ്മ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, അമ്മയുടെ സുന്ദരിക്കുട്ടി എണീറ്റ് ഫ്രണ്ടിൽ തന്നെ കസാര ഇരിപ്പുണ്ട്. അലൻ കൂടെ പോകുന്ന ചെറുക്കൻ കൊച്ച സാമിയ. അമ്മ ചോക്കിയേ അലമാമൻ ഷാമി ചമ്പാച്ചൻ്റെ അടുത്ത് പോവാ ചോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് അലനെ കാണിച്ചു തരുന്നു. പിന്നെ പൂഞ്ചോലേനെയും പറഞ്ഞും കേട്ടോ, കുറേ ദിവസമായില്ല അതുങ്ങൾ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കേട്ടോ. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും, കിങ്ങിണിയുടെ പരിപാടി കാണുമ്പോൾ അതുങ്ങളെ ഭയങ്കര ജീവനാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായില്ലേ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. അമ്മയെ പൂഞ്ചി വന്നു, പായ് വന്നു, അമ്മ ചോക്കിയമ്മേ ഇത് കണ്ടോ, പൂഞ്ചിയും പാറും. എന്നിട്ട് പൂഞ്ചോരനെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് കാണിച്ച് തരുവാ. അമ്മ കണ്ടോമേ എന്ന് അമ്മ പറയാം. അമ്മ എണീറ്റ് വന്നതേ ഉള്ളൂ. ഇവരെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടവും കാര്യമൊന്നുമില്ല. ഞാൻ ഇച്ചിരി പാല് കൊടുക്കട്ടെ. ശാന്തി വന്ന് അവിടെ കെട്ടുനിറയ്ക്കുന്നതിൻ്റെ ആ ഭാഗമൊക്കെ റെഡിയാക്കി ശരിയാക്കി സെറ്റാക്കുന്നു, അവിടെ ക്രമീകരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ, എനിക്ക് സന്തോഷമായി. അയ്യോ ദൈവമേ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, എൻ്റെ ദൈവമേ സന്തോഷം കണ്ടോ. ഞാൻ കിച്ചണിൽ ചേട്ടായിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, 7 പോകുന്നു, ചേട്ടായിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി വേണം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുക്കളയിലോട്ട് കയറാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പോഴാണ് എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവമേ. അപ്പം വീണ്ടും അതിനിടയ്ക്ക് ഒരു കോൾ വന്നു, അത് ചേട്ടായുടെ കോളായിരുന്നു കേട്ടോ. അപ്പം എന്നെ സാധനം വേണ്ടെന്നറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എന്നാന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. ഭയങ്കരമായിട്ട് തലവേദന എന്ന് വെച്ചാൽ എനിക്ക് ഇതാ പോകാൻ പറ്റിയില്ല, അതിൻ്റെ ടെൻഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ തല ഇപ്പം വന്നിട്ട് കഴിയില്ല, എന്നൊന്ന് ഭയങ്കര ഇന്ന് രാവിലെ മുതൽ കിട്ടുകിട്ടാന്ന് വിറയ്ക്കുന്ന തണുപ്പും ഭയങ്കരമായിട്ടും ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. സാധാരണ മൂടലാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ചൂടെടുക്കുമായിരുന്നു, പക്ഷേ ചൂടല്ല, എല്ലാവരും വിറയ്ക്ക് വരുന്നത്. ആ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ തൊഴിലുറപ്പ്. അപ്പോൾ കാറ്റ് നേരെ അടിക്കുകയും ചെയ്യുമ്പോഴത്തേനും എല്ലാവരും ചേച്ചിമാരും എല്ലാവരും എന്ന് പറയും തണുക്കുന്നെന്ന്. അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് വന്നിട്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ പോകാൻ പറ്റാത്തതിൻ്റെ എല്ലാം കൊണ്ട് എനിക്കൊരു മൂടൗട്ടും ഒരു തലവേദനയും ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ. എന്തായാലും
മഴയൊന്നും പെയ്യാണ്ട് അവിടെ എല്ലാ കാര്യവും ഭഗവാൻ നല്ലതായിട്ട് ക്രമീകരിച്ച് കൊടുക്കട്ടെ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ആദിയില്ല അല്ലേ, ഇത് പോകാത്തതുകൊണ്ടാണ് ഒരു ആദ്യം വെപ്രാണമൊക്കെ. എല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.